Hi dears, in today's video we are going to learn about had. ഇന്നത്തെ ക്ലാസ്സിൽ ഹാഡിൻ്റെ ഉപയോഗം നോക്കാം. പാസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ഉപയോഗിക്കുന്നു. എന്താണ് പാസ്റ്റ്? കഴിഞ്ഞു പോയൊരു സമയത്ത്, അതായത് യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ ഇങ്ങനെയുള്ള കാലയളവിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നോ എന്നൊക്കെ പറയാൻ വേണ്ടി ഹാഡ് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ നോക്കാം. ഐ ഹാഡ് എ ബൈക്ക്. എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറയാം പാസ്റ്റിലൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ എനിക്ക് ബൈക്ക് ഉണ്ടായിരുന്നില്ല. ഐ ഡിഡ് നോട്ട് ഹാവ് എ ബൈക്ക്. പാസ്റ്റിലെ കാര്യം പറയുമ്പോൾ ഡിഡ് നോട്ട് ഹാവ് ആണ് വരിക. അവിടെ ഹാഡ് വീണ്ടും ചേർക്കേണ്ടതില്ല. കാരണം ഡിഡ് വരുന്നതുകൊണ്ട് പാസ്റ്റ് മീനിങ് തരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഹാഡ് ചേർക്കാൻ പാടില്ല. അവിടെ അതിൻ്റെ ഹാഡിൻ്റെ ബേസ് ഫോമായ ഹാവ് ചേർത്താൽ മതി. ദേ ഹാഡ് എ ഹൗസ്. അവർക്ക് ഒരു വീടുണ്ടായിരുന്നു. അവർക്കൊരു വീടുണ്ടായിരുന്നില്ല. ദേ ഡിഡ് നോട്ട് ഹാവ് എ ഹൗസ്. ഇനി അവർക്ക് വീട് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ ഡിഡ് ദേ ഹാവ് എ ഹൗസ്. ഇവിടെ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി ഡിഡിന് ഫസ്റ്റ് ഇട്ടാൽ മതി. നെക്സ്റ്റ് ഹാഡിൻ്റെ ഉപയോഗം. ഒരു കാര്യം മറ്റൊരു കാര്യത്തിന് മുമ്പ് നടന്നതായി പറയാൻ ഹാഡ് യൂസ് ചെയ്യാം. അവൻ വരുമ്പോഴേക്കും ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കിയിരുന്നു. ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക് ബിഫോർ ഹീ കെയിം. ഐ ഹാഡ് ഈറ്റൺ ഫുഡ് ബിഫോർ ഹീ കെയിം. അവൻ വരുമ്പോഴേക്കും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹീ കെയിം എന്നത് പിന്നെ നടന്ന കാര്യമാണ്. ഐ ഹാഡ് ഈറ്റൺ അതിന് മുമ്പ് നടന്ന കാര്യമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഫോം നോക്കാം. ഹാഡ് യു ഈറ്റൺ ഫുഡ് ബിഫോർ ഹീ കെയിം. അവൻ വരുന്നതിന് മുമ്പ് നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്ന് പറയാനും ഹാഡ് ഉപയോഗിക്കാം. ഐ ഹാഡ് ലഞ്ച്. ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഐ ഹാഡ് ടീ. ഞാൻ ചായ കുടിച്ചു. ഇങ്ങനെ പറയാൻ നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. Thank you for watching my video. See you in the next video.